കൂത്തുപറമ്പ് ലയൺസ് ക്ലബ്ബ് 2026-27 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ലയൺസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്നു. പുതുതായി ചേർന്ന മെമ്പർമാരുടെ സ്ഥാനാരോഹണം അഡ്വക്കേറ്റ് AV വാമൻകുമാർ നിർവഹിച്ചു. കെ രാജൻ അധ്യക്ഷനായി. ഇങ്ങനെ മനോഹരമായ ഒരു വേദിയിൽ ആ മോഡൽ ക്ലബിന്റെ അനൗൺസ്മെന്റ് ഡിക്ലറേഷൻ പങ്കെടുത്തിട്ട് പോലെയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും മനോജ് പ്രസിഡന്റായി മാറുന്ന ഒരു ചടങ്ങ് എന്നതും എന്നെ വളരെ അടുത്ത സുഹൃത്തായ അരവിന്ദാക്ഷൻ സെക്രട്ടറി ആവുന്നതും തീർച്ചയായിട്ടും ഈ ചടങ്ങിൽ വരാൻ എനിക്ക് ഒരു പ്രേരണയായിട്ടുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞാൽ ഞാനൊരു വലിയ പ്രസംഗത്തിലൊന്നും മുതിരില്ല, വളരെ പെട്ടെന്ന് ഞാൻ നിർത്തിപ്പെടാം. പ്രിയപ്പെട്ടവരെ, ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ ഒന്ന് രണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. ഈ വർഷം നമ്മൾ കൊണ്ടുവന്ന സർവീസ് വീക്ക് അടുത്ത വർഷവും നടക്കാൻ പോവാണ്. പക്ഷേ അതിന്റെ ഫോക്കസ് ഏരിയ മാറി. ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന സർവീസ് വീക്ക് മനോജോ അല്ലെങ്കിൽ അരവിന്ദാക്ഷനോ ആരെങ്കിലും ഓർമ്മിക്കണമെന്ന് മാത്രമേ പറയുള്ളൂ. ഒക്ടോബറിൽ നടക്കുന്ന സർവീസ് വീക്ക് ഹങ്കർ ആയിരിക്കും. ഫെബ്രുവരിയിൽ നടക്കുന്ന സർവീസ് വീക്ക് വിഷനാണ്. മെയ് മാസമാണ് സർവീസ് വീക്ക് മൂന്നാമത് നടക്കുന്നത്. അത് എൻവയോൺമെന്റ് തന്നെയാണ്. അപ്പൊ ഹങ്കർ, വിഷൻ, എൻവയോൺമെന്റ് എന്ന മൂന്ന് മേഖലകളും ഗ്ലോബൽ പ്രോസസ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അടുത്ത വർഷത്തെ സർവീസ് വീക്ക് നടക്കാൻ പോകുന്നത്. എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ 9 സർവ സിറ്റി ഇതിനെ പറ്റി ഒന്നും പറയാനില്ല. കാരണം നമ്മുടെ വുമൻസ് മുന്നോട്ട് തിരിച്ചൊരു ഉപഹാരം പ്രസിഡന്റ് നൽകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു പ്രസിഡന്റ്. കൂത്തുപറമ്പ് കൗൺസിലർ കൂടിയായിരുന്നു മാം. പുതിയ ഭാരവാഹികളായി യു മനോജ് കുമാർ പ്രസിഡന്റായും KV അരവിന്ദാക്ഷൻ സെക്രട്ടറിയായും VV ആനന്ദൻ ട്രഷററായും സ്ഥാനമേറ്റു. ചടങ്ങിൽ കഴിഞ്ഞ ലയണിസ്റ്റിക് വർഷം സുസ്ഥ്യർഹ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിർവഹിച്ച മെമ്പർമാരെ ആദരിച്ചു. വിനോദ് ഭട്ടതിരിപ്പാട്, M വിനോദ് കുമാർ, VC രാജൻ, T സക്കറിയ, KPT ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മെമ്പർമാരുടെ കലാപരിപാടികളും അരങ്ങേറി. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.